ആഴക്കടൽ ഖനനത്തിൽ സർക്കാർ മത്സ്യത്തൊഴിലാളികൾക്കൊപ്പമെന്ന് ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാൻ. യോജിച്ചുള്ള പ്രക്ഷോഭമാണ് വേണ്ടത്. അതിനിടയിൽ വെടക്കാക്കി അങ്ങനെയാണ് ചിലർ വിചാരിക്കുന്നത്. മലയോര തീരദേശ മേഖലകളുള്ളവരെ വോട്ടിന് വേണ്ടി സർക്കാരിനെതിരെ തിരിക്കാനാണ് ചിലർ ശ്രമിക്കുന്നത്. ഇത് വിലപ്പോവില്ലെന്നും മന്ത്രി പറഞ്ഞു. ഗവൺമെന്റ് നിലപാട് നേരത്തെ ഞങ്ങൾ വ്യക്തമാക്കിയല്ലോ. അതിനോട് ശക്തമായ വിയോജിപ്പ് ഞങ്ങൾ രേഖപ്പെടുത്തി കഴിഞ്ഞു. ഗവൺമെന്റിന് മുമ്പിൽ ഇതിനാവശ്യമായിട്ടുള്ള പരാതികൾ ഞങ്ങൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ അതിനെതിരായി കേരളത്തിലെ മത്സ്യത്തൊഴിലാളി സംഘടനകൾ നടത്തുന്ന സമരത്തിന്റെ കോർഡിനേഷൻ CITU ആണ്. അപ്പോൾ ഞങ്ങളുടെ നയം മനസ്സിലായില്ലേ? ഈ സർവകക്ഷിയാണല്ലോ സമരം നടത്തുന്നത്. ആദ്യം ട്രേഡ് യൂണിയൻ നടത്തേണ്ടത്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ട്രേഡ് യൂണിയൻ എല്ലാം ഇപ്പോൾ ഒന്നിച്ചായി സമരം. മലയോര മേഖല പ്രശ്നം, ആളുകൾക്ക് അവിടെ വന്യമൃഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുണ്ട്. കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു നിലപാടിന്റെ ഭാഗം മാത്രമാണ് അവിടെയുള്ള വിഷയം. കാര്യങ്ങൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അപ്പോൾ ഒരു ജാഥ അങ്ങ് നടത്തി. ജാഥ നടത്തുന്നത് ഞങ്ങൾ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുത്. അരുൺ രാജ് ചേരുന്നുണ്ട് കൊല്ലത്തുനിന്ന് വിശദാംശങ്ങളുമായി. അരുൺ, 27-ാം തീയതി തീരദേശവാസികൾ പ്രക്ഷോഭത്തിലേക്ക്, പ്രതിഷേധത്തിലേക്ക് കടക്കുമ്പോഴാണ് മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള പ്രതികരണം വരുന്നത്. ഇനിയുള്ള നീക്കങ്ങൾ എങ്ങനെയായിരിക്കും? എന്തൊക്കെയാണ് മറ്റ് കൂടുതൽ വിശദാംശങ്ങൾ? അരുൺ. കീർത്തന, ആഴക്കടൽ ഖനനവുമായി ബന്ധപ്പെട്ട സർക്കാർ അതിന്റെ ശക്തമായ നിലപാട് സ്വീകരിച്ചുവെന്നാണ് ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാൻ വ്യക്തമാക്കുന്നത്. ഇക്കാര്യത്തിൽ പ്രതിപക്ഷം ഉയർത്തുന്ന ആരോപണങ്ങൾ അത് കളവാണ്. തനിക്കാക്കി വിടക്കാക്കാമെന്ന നയമാണ് പ്രതിപക്ഷത്തിന് ഇക്കാര്യത്തിലുള്ളത്. അതെന്തായാലും വില പോകില്ല എന്നതാണ് ഫിഷറീസ് മന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ മലയോര ജാഥ, അത് കോൺഗ്രസിന്റെ UDFന്റെ നേതൃത്വത്തിൽ നടത്തിയ മലയോര ജാഥ, അതിൽ പോലും രാഷ്ട്രീയമുണ്ട്. അതിൽ മലയോരവാസികളെയും തീരദേശവാസികളെയും സർക്കാരിനെതിരെ തിരിക്കാമെന്നാണ് ചിലർ കരുതുന്നത്. അത് ഒരിക്കലും നടപ്പാക്കുന്നതല്ല. കാരണം അത്തരം വോട്ടുകൾ കൂടി നേടിക്കൊണ്ട് തെരഞ്ഞെടുപ്പിനെ മുന്നോട്ട് നയിക്കാം, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ വിജയം കാണാമെന്നാണ് കരുതുന്നതെങ്കിൽ അത് വില പോകില്ലെന്ന ഒരു ഉപദേശം കൂടി മന്ത്രിയുടെ ഭാഗത്ത് ഇക്കട്ടത്തിൽ ഉണ്ടാകുന്നുണ്ട്. ഏതായാലും ഫിഷറീസ് വകുപ്പ് മന്ത്രി ആഴക്കടൽ ഖനനവുമായി ബന്ധപ്പെട്ട് സർക്കാർ ആ തീരുമാനത്തിനെതിരാണ് എന്നുകൂടിയാണ് ഇക്കട്ടത്തിൽ വ്യക്തമാക്കുന്നത്. ശരി, അരുൺ രാജാണ് ഈ വിവരവുമായി നമുക്കൊപ്പം ചേർന്നത്.